എന്താടാ സലാം വെക്കടാ. പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. സലാം സാബ്. മുതലാളി. മുതലാളി മുതലാളി മാറി നിൽക്കടാ, പൊതി തുടരുത്. മുതലാളി അകത്തേക്ക് കയറല്ലേ, പുറത്തേക്ക് വെക്കൂ. എടാ, അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്ക് വെക്കാൻ കാലുണ്ടാവില്ല. മാറി നിൽക്കടാ. ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി. മോനാ? തെറ്റിപ്പോയി. അനന്തരവൻ. അത് ഇന്നലെ വരെ. ഇന്ന് ഞാൻ അവനെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും. ആരും ഇന്ന് ദത്തെടുക്കും? അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും. എന്റെ ഈശ്വര, മുതലാളി ഞാൻ പറയണമെന്ന് കേൾക്ക്. ഇപ്പൊ അകത്തേക്ക് പോകും. പറയാൻ നീ ആരടാ? അവൻ മിണ്ടി. ആര് മിണ്ടി? കൂർക്കേ? അച്ഛനാ? ഇവിടെ ഒരു ഗൂർക്കയെ കയറി അച്ഛാന്ന് വിളിക്കാൻ നാണമുണ്ടോ തെണ്ടി? മുമ്പിന്ന് എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നുവിടാം. താങ്ക്സ്. അതിനു മുമ്പ് അവനെ കാണണ്ടേ? അനന്തരവനെ. മോനെ, എന്താടാ, സുഖം തന്നെയല്ലേ? ഇവൻ നിന്റെ ആരാധന പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ. അമ്മാവൻ. മാവു വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവനല്ലേ? അമ്മാവന് സുഖമാണോ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരവൻ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. എനിക്ക് ചെവിയും കേൾക്കാം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദിരനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യണം സാബ്. എടാ, ആക്ട് ചെയ്യണം. സത്യം പറയണോ? നീ ഊമയല്ലേ? അല്ല, സത്യമല്ലേ? ഇവർക്കറിയാം. മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഇനി സിക്കന്ദർ തീരുമാനിക്കട്ടെ ഇവൻ എന്താ ചെയ്യേണ്ടത്. ദേവൻ, എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാകൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട. അപ്പൊ പലിശ? അതും വേണ്ട. എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിലെത്തിയല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവനെ മറക്കരുത്. അമ്മാവന്റെയും ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കൂ? മറക്കില്ല. മരണം വരെ ഞാൻ മറക്കില്ല. ഉണ്ണിയുടെ വീട്ടിലുള്ളവർക്ക് ഒരായുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട് ഇതില്. ഇതവന്റെ വീട്ടിലെത്തിക്കണം. ശരി. ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം, സന്തോഷിക്കണം. നിന്റെ വീട്ടിലെന്താ പറയേണ്ടത്? ഞാനിവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. അറിയാലോ, ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നൂടാ. എനിക്കിത് വേണ്ട. ഉണ്ണി തന്നേച്ചാണെന്ന് കരുതിയാ മതി. അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ആദായമാണല്ലോ. മോളെ,
നീ പറ എന്താ വേണ്ടെന്ന്. അമ്മാവൻ പറഞ്ഞതാ ശരി. നമുക്കിത് വേണ്ട. ഇതൊക്കെ കിട്ടിയിട്ട് എന്തിനാ? അതാരാ? ഉണ്ണിയുടെ ഉണ്ണിയുടെ ആരാ? വിധവയാണ്. സുജാത. അതെ, എങ്ങനെ അറിയാം? ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താ എന്താ എന്നെ പറ്റി പറഞ്ഞത്? ഇഷ്ടാണെന്നാ? അതെ. മോളകത്തേക്ക് വയ്ക്കോ. ഉണ്ണിയെ വളരെ അടുത്തറിയാമായിരുന്നില്ലേ? അവന്റെ മനസ്സെനിക്ക് നല്ലോണം അറിയാം. എനിക്കതറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. വിധി അല്ലാതെ എന്ത് പറയാനാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. മരിച്ചെന്ന് കരുതി എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നാള് തന്നെ ചവറയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി 24 പേരെ കാണാതായി. ഒരാഴ്ച കഴിഞ്ഞപ്പോ 23 പേരും വന്നു. ദാ ഈ പണം സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് ആ പെങ്കൊച്ചിന്റെ കല്യാണം നടത്തണം. ഉണ്ണിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷമായി ജീവിക്കും. അതെ, മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ? അതോർത്തെങ്കിലും സന്തോഷിച്ചു. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. എന്റെ മോൻ എത്ര അകലെ പോയാലും അവൻ മനംനൊന്ത് വിളിച്ചാൽ ഞാനത് അറിയും. അവൻ പോയ പിന്നെ പലവട്ടം ഞാനത് അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛാ, അകത്തേക്ക് പോവാം. വേണ്ട, ഞാൻ അങ്ങോട്ടില്ല. ആരോടാ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് വാ, നമുക്ക് ഉടനെ പോവാ. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ വരാം. പറ്റില്ല. ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. അച്ഛനാ വിളിക്കുന്നു. എന്നെ നീ ഓർക്കണ്ട. നിന്റെ അമ്മയുടെ കണ്ണീര് അതും നീ കാണണ്ട. പക്ഷെ നീ കടലിൽ ചാടിയ അന്ന് മുതല് നിന്റെ വിധവയായിട്ടൊരു പെൺകുട്ടി എന്റെ വീട്ടിലിരിപ്പുണ്ട്, സുജാത. അവളെ നീ ഓർത്തേ പറ്റൂ. അവളുടെ കണ്ണീര് അച്ഛാ, നിന്നെ നടക്കാൻ പഠിപ്പിച്ച കൈയായത്. ഇപ്പൊ ഞാൻ യാചിക്കുക, ഈ കൈ നീ വിടരുത്. മോൻ അച്ഛന്റെ കൂടെ വരണം. ഉണ്ണി, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കൽക്കട്ടയിലെ സർവാജി. ഹലോ. ആ എന്താ ഇത്? ചടങ്ങുകളൊക്കെ തുടങ്ങാറായില്ലേ? വേഗം വാ. ഉണ്ണികൃഷ്ണ. അവൻ ഇപ്പൊ ഈ കുടുംബത്തിലൊരു അംഗമാണ്. അച്ഛന്റെ ഉണ്ണികൃഷ്ണനല്ല. അതെങ്ങനെയാണോ അവൻ എന്റെ മോനല്ലാണ്ടാകണേ? എന്റെ ജോലിക്ക് എന്നേക്കാ വലിയ അവകാശികളുണ്ടെങ്കിലേ അതാരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ടല്ല പോകുന്ന. എല്ലാം ഞാൻ പറഞ്ഞതല്ലേ? പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ട് പോകും. എന്നാ ചെല്ല്, ചെന്ന് ചോദിക്ക്. ഇപ്പൊ അവകാശം പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ, അവനെ കൊലക്ക് കൊടുത്ത് ഇറങ്ങി. ചെല്ല്, ചെന്ന് ചോദിക്ക്. നിങ്ങൾ എല്ലാവരും കൂടി അവനെ ഈ അവസ്ഥയിലാക്കിയത്. ഇനിയെങ്കിലും അവൻ സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ. അച്ഛൻ പോ. അവൻ മരിച്ചെന്ന് കരുതിക്കോ.
പറഞ്ഞ സത്യമാണോ? നമ്മുടെ ഉണ്ണി മരിച്ചവര് തിരിച്ചു വരില്ല. വരുമെന്ന് കരുതി നമ്മളൊക്കെ വിഡ്ഢികളാ. അതിലേറ്റവും വലിയ വിഡ്ഢിയാരാന്നറിയോ? നീയാ. നീ അവൻ നിന്നെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ അവന്റെ വിധവയായത്? ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ. എന്തൊക്കെയാ പറയണത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ നിനക്ക് അവകാശമില്ല. ഇറങ്ങണം. അപ്പോ താനവനെ കണ്ടല്ലേ? താൻ വിളിച്ചിട്ട് തന്റെ മോൻ വന്നില്ല അല്ലേ? ഇത് ഇവിടം കൊണ്ടൊന്നും തീരൂന്ന് കരുതണ്ട. ഇപ്പൊ മനസ്സിലായില്ലേടി നിന്റെ ഭർത്താവിന്റെ സ്നേഹം? അവന് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇനി ഞാൻ പറയുന്നതിന്റെ മുമ്പിൽ കഴുത്ത് കാട്ടി കൊടുത്തോണം. അല്ലെങ്കിൽ തന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാനിവിടെ. അതും നാം കാണും. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. സുജാതയെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞ് സമ്മതം വാങ്ങണം. വരും, തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണ്ണി, മോനെ. അച്ഛാ, ഞാൻ വന്നല്ലോ, എന്റെ പൊന്നുമോനിങ്ങി വന്നല്ലോ. ഓർക്കണം, ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. അച്ഛനോട് പൊറുക്കണം. ഒന്നും പറയണ്ട. നിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാണ്ടാവും. വാ, വീട്ടിൽ വാ. ഒരു നിമിഷം നേരത്തെ നിന്നെ കണ്ട അത്ര നേരം കൂടെ ആയുസ് കിട്ടുന്ന രണ്ടുപേരുണ്ട്. വാ. മോളെ സുജേ, മോളിത് ആരാന്ന് നോക്കിയേ. നിന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് മാത്ര ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. മോളിങ്ങി വന്നേ. ഇനി മോള് കരയണ്ട. ദേ നിന്റെ ചെറുക്കൻ, ഇവനിനി നിന്റെയാ. മോനെ, ഇനി എന്റെ പൊന്നുമോൾ ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരുന്നൂടാ. നീ ഈ സിന്ദൂരം അവളുടെ നെറുകെ തൊടുവിക്ക്. നാളെ എന്റെ വിവാഹമാണ്. ഒന്നും മനഃപൂർവ്വമല്ല. എല്ലാ കടങ്ങളും വീട്ടാൻ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ എന്റെ അവിടെ വിറ്റിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടുത്തെ അല്ല, അവരുടെയാ. മോനെ, ഇവള് നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവളല്ല. മരിച്ചെന്ന് കരുതി എല്ലാ സുഖങ്ങളും ത്യജിച്ച് നിന്റെ വിധവയായിട്ട് കഴിയുന്നവളാ. അവിടെ കണ്ണീരി കുടുംബത്തിൽ വീണ ദൈവം പോലും പൊറുക്കില്ലടാ. നിന്റെ അച്ഛനെ അമ്മയെ പാവം പെങ്കൊച്ചിനെ ഒക്കെ മറന്നിട്ട് ഏത് കട ഉണ്ണി നീ വീട്ടാൻ പോണേ? എന്തൊക്കെയാ നീ നേടാൻ പോണേ? ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കില്ലേ? സുജി, ഞാൻ ബുദ്ധിമുട്ടാച്ചാ വേണ്ടാട്ടോ.
ഞാനിങ്ങനെ വെറുതെ ഉണ്ണി, നിനക്ക് എന്താ വേണ്ടെച്ചാ ചോദിച്ചോ. എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റു പെറുക്കാം. തെരുവിലിറങ്ങി പിച്ചെടുക്കേണ്ടി വന്നാലും നീ ചോദിക്കുന്നത് ഞാൻ തരാം. നീ എന്റെ മോളെ വിട്ടു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അവനെവിടെ? ഉണ്ണി, നിന്നോട് പറയാതെ അവനെവിടെയും പോയില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പഞ്ചാബികളെ ഇങ്ങോട്ട് വരുത്തരുത്. എന്തായാലും അങ്ങനെ ചെന്നേ പറ്റൂ. നീ ഒന്നും ആലോചിക്കണ്ട, വണ്ടിയിലോട്ട് കയറി. നീ കേറ്. കേരള ഇവിടെ കേറാനല്ലോ എന്നോട് പറഞ്ഞത്. നീ കേറിക്കേ. ഇവിടെ കേറ്. ആ വണ്ടി വിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന്. വേണ്ട, ഒരു സത്യം നീ ലംഘിച്ചു. നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനിയൊരു സത്യം കൂടിയുണ്ട്. പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ലെന്ന്. ഇനി അതും ലംഘിക്കോ നീ? അവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലിൽ ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതിവ് പറ്റിയ ഞാൻ കാരണം പൂജ ഒരിക്കലും വേദനിക്കില്ല. ഇതെന്റെ വക ഒരു സമ്മാന, ഒരു മോതിരം. ഇത് നിന്റെ വിരലിൽ കേറില്ല, അത്രക്ക് ചെറുതാ. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതില്ല. എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളടാ. നമസ്തേ, അങ്ങോട്ടിരിക്കാം. കല്യാണം നടന്നോ? നടക്കാൻ പോണേ ഉള്ളൂ. നടക്കാൻ പോണ ഇപ്പഴാ? നടക്കാനൊക്കെ പിന്നെ പോവാന്ന് പറ. ആദ്യം കല്യാണം നടത്താൻ നോക്ക്. ഇതും കൂടെ നടന്നില്ലേ പിന്നെ ഇതും പറഞ്ഞ് എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ പറ്റൂല. നടക്കാ നീ ആടാ നടരാജനാ. ജലന്ധറിലെ കച്ചവട രാജാക്കന്മാർ ഒരാളാ മിസ്റ്റർ ജോഗീന്ദ്ര സിംഗ്. വരണം വരണം. ഉണ്ണി, ഇത് എന്റെ അച്ഛനാ. ഇത് ഇവന്റെ അമ്മയാ. നിർത്തൂ. ഇത് ഇവന്റെ പെണ്ണ, ഇവന്റെ മുറപ്പെണ്ണ്. ഇവക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. എന്റെ മോനെ അങ്ങ് തിരിച്ചു തരണം. തിരിച്ചു തരാനോ? അതെ, ഞങ്ങൾക്ക് അവനെ തിരിച്ചു തന്നേ പറ്റൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞങ്ങൾ ഉണ്ണിയം കൊണ്ടേ പോകൂ. നീ
എന്നെ കൊണ്ടുപോകോ? കൊണ്ടുപോകൂടാ, കൊണ്ടുപോകും. എന്താ സംശയം? കൊള്ളപ്പന്നി, എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ അവനെ കൊണ്ട് പോവോ? വിടണോ എന്നെ? എട്ടാം പേരെ ആളെ കെട്ടിയില്ലേ നിന്റെ പെങ്ങളെ കടകിക്കൂട്ടെ തള്ളടാ. മര്യാദക്ക് മാറി നിൽക്കണം അങ്ങോട്ട്. ഇത് എന്താ? വിട്ടുകൊടുക്കില്ല, ആര് വന്നാലും വിട്ടുകൊടുക്കില്ല. മോളെ ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ മോനെ ഇങ്ങ് വിട്ടു തരണം. ഇത്രയും നാൾ ഉണ്ണേട്ടന്റെ വിധവാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ കഴിയേണ്ടത്? പറ, കുട്ടി തന്നെ പറ. അവൾക്കൊന്നും പറയാൻ കഴിയില്ല. ഓമയ ഉണ്ണിക്ക് വേണ്ടി ജനിച്ച പെണ്ണ് ഞാനല്ല. നീയാ. നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ഞാൻ വരില്ല. ഒരിക്കലും. വയ്യ. ഒരാളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് ഈ വീട്ടിലാരും സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികള്. ആ രക്തമല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ.
സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും വയ്യ അതിന് വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടിട്ട് പോണത്? ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപം വാങ്ങിയിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണിയേട്ടനെ ഞാൻ ശപിക്കില്ല, ഞങ്ങൾ ആരും ശപിക്കില്ല. ഞാൻ ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല. വിധവയുടെ വേഷവും കേട്ടില്ല. ആ മിണ്ടാപ്രാണിക്കൊരു ജീവിതം കൊടുത്ത എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ. നിറഞ്ഞ മനസ്സോടെ ഞാനീ പറയണേ.